അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ 20 മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടി ഉണ്ടാവും. കണ്ടിട്ടുണ്ട്. ഓർമ്മയില്ലേ? അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ? അല്ലേ? ലോകത്തെങ്ങാണ്ടോ കിടക്കുന്ന അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും ലയണൽ മെസ്സിയുടെയും പേരിൽ കേരളത്തിലെ നാട്ടുകാരെ സർക്കാരും റിപ്പോർട്ടർ ചാനലും പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇപ്പൊ വരും എന്ന് പറഞ്ഞ് ഓഗസ്റ്റ് മാസമായപ്പോൾ അവർ വന്നാൽ അവർക്ക് കൊള്ളാമെന്ന ഡയലോഗിൽ എത്തിയെങ്കിലും 1 മാസം കഴിഞ്ഞതോടെ വീണ്ടും അർജന്റീന നവംബറിൽ എത്തുമെന്ന് പറഞ്ഞ് ഫുട്ബോൾ ആരാധകരെ പറ്റിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. നവംബറിലെ മത്സരം നടക്കാത്തതിന് കാരണം സ്റ്റേഡിയത്തിന് അംഗീകാരമില്ലാത്തതാണെന്നാണ് സ്പോൺസറായ മരമെട്ട് മുതലാളി പറഞ്ഞത്. എന്നാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 130 കോടി അഡ്വാൻസ് വീശി എറിയുമ്പോൾ മത്സരം നടത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെന്നൊന്നും അറിയാതെയാണോ ഈ പണിക്ക് ഇറങ്ങിയതെന്ന് ആരും ചോദിക്കരുത്. കാരണം ഇത് വെറും കായിക പ്രേമം മാത്രമാണ്, ഫുട്ബോൾ പ്രേമം മാത്രമാണ്, മുതലാളിയുടെ വിശാല മനസ്സാണ്. എന്നാൽ അന്ന് നമ്മൾ അറിയാതെ പോയ ചില കാര്യങ്ങൾ കൂടി ആദ്യം നിങ്ങളോട് പങ്കുവച്ച ശേഷം ഇന്നത്തെ വിഷയത്തിലേക്ക് എത്താം. അന്ന് ഒക്ടോബർ 25-നാണ് അർജന്റീന നവംബറിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ മുതലാളി വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ അതിന് തൊട്ട് തലേ ദിവസം നമ്മൾ ആരും അറിയാതെ 2 ഫുട്ബോൾ മത്സരങ്ങൾ ഫിഫ പ്രഖ്യാപിച്ചിരുന്നു. ഇവർ നവംബറിൽ അർജന്റീനയോടൊപ്പം ഇവിടെ കളിക്കുമെന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ ടീമിന്റെ 2 മത്സരങ്ങളാണ് അത്. നവംബർ 15-ന് അമേരിക്കയിലെ ഹൂസ്റ്റണിൽ വെച്ച് വെനിസ്വേലയുമായും നവംബർ 19-ന് ന്യൂയോർക്കിൽ വെച്ച് കൊളംബിയയുമായും. സാധാരണ ഒരു മത്സരത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കണമെങ്കിൽ 21 ദിവസം മുൻപേ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനർത്ഥം ഓസ്ട്രേലിയൻ ഫുട്ബോൾ സംഘടന ഒക്ടോബർ ആദ്യ വാരം തന്നെ ഈ മത്സരങ്ങൾക്കുള്ള അപേക്ഷ കൃത്യമായ വഴികളിലൂടെ ഫിഫയ്ക്ക് സമർപ്പിച്ചിരുന്നു എന്നാണ്. എന്നിട്ടാണ് ഇവിടെ മരമെട്ട് മുതലാളിയും കായിക മന്ത്രിയും ഒക്ടോബർ 2-ാം വാരത്തിൽ ഈ ഓസ്ട്രേലിയൻ ടീമുമായി കേരളത്തിൽ വെച്ച് കളിക്കാൻ പോകുന്ന അർജന്റീന ടീമിന്റെ സ്ക്വാഡ് വരെ പ്രഖ്യാപിച്ചത്. ഇത്ര വലിയ പറ്റിക്കൽ നടത്താൻ ഇവർക്കുള്ള ആത്മവിശ്വാസം സമ്മതിച്ചു കൊടുത്തേ പറ്റും. റിപ്പോർട്ടർ ചാനൽ ഒരു പടി കൂടി കടന്ന് ടീമുകൾക്ക് സഞ്ചരിക്കാനുള്ള ബസ്സുകൾ വരെ ഒരുക്കിയിരുന്നു. സത്യത്തിൽ ഇതൊക്കെ തൊണ്ട തൊടാതെ വിശ്വസിക്കാൻ പാകത്തിനുള്ള മണ്ടന്മാർ ഈ നാട്ടിലുണ്ടെന്നും തൽക്കാലം അത്തരക്കാർ യാതൊന്നും പരിശോധിക്കാതെ ഈ പ്രചരണം ഏറ്റെടുത്തോളുമെന്നും അവർക്ക് തോന്നിക്കാണും. എന്തായാലും ഓസ്ട്രേലിയയും അർജന്റീനയും നവംബറിലെ ഇന്റർനാഷണൽ വിൻഡോയിൽ തങ്ങളുടെ മത്സരം കളിക്കുന്നുണ്ട്. കേരളത്തിലല്ല എന്ന് മാത്രം. എന്തായാലും നവംബറിലെ പടക്കം ചീറ്റിപ്പോയതോടെ തൽക്കാലം കായിക മന്ത്രിയും റിപ്പോർട്ടർ മുതലാളിയും ഒന്ന് അടങ്ങിയതായിരുന്നു. അതിനിടയിൽ സ്റ്റേഡിയത്തിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശബരിമല മോഡൽ വിവാദങ്ങളും കൂടെ വന്നതോടെ ഇവരുടെ ഗീർവാണം സഹിക്കേണ്ടല്ലോ എന്ന് ആശ്വസിച്ച മലയാളികളുടെ നേരെ കായിക മന്ത്രിയുടെ അടുത്ത പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. സമയത്തിന് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇപ്പോൾ നമ്മളതെല്ലാം പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിന് അംഗീകാരം ലഭ്യമാകാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിൻഡോയിൽ നമുക്കൊരു ചെറിയ പ്രശ്നം. അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനൻ ടീമിൻ്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്ന് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്നും അവർ അറിയിച്ചു. നവംബറിൽ വരാൻ സാധിക്കാത്തതിൽ അത്യധികം ദുഃഖമുണ്ടെന്നും അത് പരിഹരിക്കാനായി മാർച്ച് മാസത്തിൽ എന്തായാലും കേരളത്തിലേക്ക് എത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരള സർക്കാരിന് മെയിൽ അയച്ചു എന്നാണ് കായിക മന്ത്രി പറയുന്നത്. റിപ്പോർട്ടർ മുതലാളി പൈസ തിരികെ വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ പൈസ ഉടനെ ഒന്നും ചോദിക്കണ്ട എന്ന് പറയാനാണോ എന്തോ ഇങ്ങനെ ഒരു മെയിൽ അവർ അയച്ചത്. എന്തായാലും ആ മെയിലിന്റെ വസ്തുതകൾ നമുക്കൊന്ന് നോക്കാം. കാരണം ഇവർ ഇതുവരെ മത്സരം നടത്താൻ മൈതാനത്തിന് വേണ്ട മിനിമം യോഗ്യതകൾ എന്തൊക്കെ എന്നാണെന്ന് അറിയാതെയാണല്ലോ ഈ പണിക്കിറങ്ങി തിരിച്ചത്. ഇനി അർജന്റീന നമ്മുടെ മന്ത്രിയെ പറ്റിച്ചാലും നമ്മളെ പറ്റിക്കരുതല്ലോ. ഒക്ടോബറിൽ അന്താരാഷ്ട്ര മത്സര വിൻഡോ എന്നാണെന്ന് പോലും നോക്കാതെയാണ് ഒക്ടോബർ 25 മുതൽ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും, പൊതുപരിപാടിയിൽ വരെ പങ്കെടുക്കുമെന്നൊക്കെ അന്ന് മന്ത്രി തട്ടിവിട്ടത്. ഫിഫയുടെ കലണ്ടർ മന്ത്രിയോ റിപ്പോർട്ടർ മുതലാളിയോ ചെയ്യുന്ന പോലെ തോന്നിയ പോലെ തയ്യാറാക്കുന്ന ഒന്നല്ല.
2 വർഷത്തെ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ വിൻഡോ മുൻകൂട്ടി പ്രഖ്യാപിച്ചാണ് ഫിഫ മത്സരങ്ങൾ നടത്തുന്നത്. മുമ്പത്തെ തള്ളൽ ചുമ്മാ ബെഡായി ആണെങ്കിലും കായിക മന്ത്രി പറഞ്ഞതുപോലെ മാർച്ചിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ശരിയാണ്, ഫിഫ ഒരു അന്താരാഷ്ട്ര മത്സര വിൻഡോ 2026 മാർച്ചിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 21 മുതൽ 31 വരെയാണ് ആ വിൻഡോ. ഈ നവംബറിന് ശേഷം ഇനി അന്ന് മാത്രമേ ലോകകപ്പിന് മുൻപ് അന്താരാഷ്ട്ര മത്സരങ്ങളുള്ളൂ. അപ്പോൾ മാർച്ചിൽ എന്തായാലും മത്സരങ്ങളുണ്ട്. ഇനി അർജന്റീനയുടെ മത്സരം കേരളത്തിന് കിട്ടുമോ എന്ന് നോക്കാം. 22-നും 30-നും ഇടയിൽ വേണമല്ലോ മത്സരം നടക്കാൻ. അവിടെയാണ് പ്രശ്നം. ഫിഫ മാർച്ചിലെ വിൻഡോ മാത്രമല്ല മത്സരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും നിസാര മത്സരമല്ല. ദക്ഷിണ അമേരിക്കൻ ചാമ്പ്യന്മാരും യൂറോപ്യൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള പോരാട്ടം. അത് നടക്കുന്നത് മാർച്ച് 27-ന് ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. മെസ്സി ലോകകപ്പ് ഉയർത്തിയ അതേ സ്റ്റേഡിയം. മാർച്ച് 27-ന് അവിടെ ഭൂഖണ്ഡങ്ങളുടെ ചാമ്പ്യനെ നിശ്ചയിക്കാനുള്ള പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും കോപ്പ അമേരിക്ക കിരീടം നേടിയ അർജന്റീനയും തമ്മിലാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കായിക മന്ത്രിക്ക് മാർച്ചിൽ കേരളത്തിൽ വരുമെന്ന് പറഞ്ഞ് മെയിൽ അയച്ച അർജന്റീന അന്ന് സ്പെയിനുമായി ദോഹയിലാണ് കളിക്കുന്നത്. സത്യത്തിൽ അർജന്റീന മന്ത്രിയെ മണ്ടനാക്കിയതാണോ അതോ മന്ത്രി തന്റെ സ്വതസിദ്ധമായ വീക്ക്നെസ് ആയ തള്ളലിന്റെ ഭാഗമായി വീണ്ടും മലയാളികളെ മണ്ടന്മാരാക്കാൻ ശ്രമിച്ചതാണോ എന്നേ അറിയാനുള്ളൂ. ചിലപ്പോ അർജന്റീനയിൽ സ്പാനിഷ് ആണല്ലോ ഭാഷ. അവന്മാർ സ്പാനിഷ് ഭാഷയിൽ മാർച്ചിൽ വരാൻ കഴിയൂല എന്ന് മെയിൽ ചെയ്തത് ഇവിടെയുള്ളവർ തെറ്റി വായിച്ച് മന്ത്രിയെ അറിയിച്ചതാണോ എന്നും പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇത്രയധികം തവണ വാക്കുമാറ്റി പറഞ്ഞിട്ടും പിന്നെയും നുണ പറയാൻ സാധാരണ ഉളുപ്പുള്ളവർക്ക് സാധിക്കുമോ? മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാവാനേ വഴിയുള്ളൂ. എന്തായാലും പറയാനുള്ളത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളോടാണ്. ഇലക്ഷനാണ് വരുന്നത്. ഇനിയും നമ്പറുകളുമായി ഇവരെത്തും, നമ്പാതെ.